ആറ്റുകാൽ പൊങ്കാല നിങ്ങളൊക്കെ കണ്ടു കാണും. ഞാൻ ആ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഓടി നടക്കുക. ഓരോരോ സ്ഥലത്തുനിന്നും വിളിക്കുമ്പോഴേക്കും അവിടെ ചെല്ലുന്നു, കാര്യങ്ങൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു, അങ്ങനെ നടക്കുക. സഹാക്കന്മാർ നന്നായിട്ട് വിചാരിച്ചു, ആദ്യമായിട്ട് ഭരണത്തിൽ വരണതല്ലേ, ഇവരിതുവരെ ഭരിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇതങ്ങ് പൊളിച്ചു കളയാമെന്ന് വിചാരിച്ചു. ഒരു പരിപാടി നടന്നില്ല. ടാപ്പിലൂടെ വെള്ളം വരാതായപ്പോൾ തന്നെ ഇവർ മനസ്സിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ മാനത്ത് കണ്ടു. കാരണം എന്താ, ചാനൽ ചർച്ചകളിലൂടെ AC റൂമിലൂടെ വന്നിരിക്കുന്നതല്ലല്ലോ. അവിടെ 2-3 പേരെ വച്ച് തിരുവനന്തപുരം പട്ടണത്തിലും കേരളത്തിലെമ്പാടും ABVP യുവമോർച്ചയൊക്കെ നടത്തി അടി വാങ്ങിച്ചും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പ്രതികരിച്ചും തിരുവനന്തപുരത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ നേതാക്കന്മാരെ മനസ്സും അറിയാം. അതുകൊണ്ട് തന്നെ അരുവിക്കരയിലെ ടാപ്പിൽ വെള്ളം കുറഞ്ഞപ്പോൾ തന്നെ ഒരു 100-250 ടാങ്കറുകൾ അങ്ങ് നിരത്തി ഇറക്കി പുത്തരിക്കണ്ടം മൈതാനത്തിൽ വെള്ളവും നിറച്ചിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ആര് വേണമോ വിളിച്ചോ, 10 രൂപയും തരേണ്ട, സൗജന്യമായി നിങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർമാരങ്ങ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചത് കോൺഗ്രസ് അല്ല. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ പണിമുടക്കം, പൊങ്കാല നടക്കില്ല. പിന്നെ ഇവരെ കണ്ടിട്ടാണ് ആറ്റുകാലമ്മ പൊങ്കാല തുടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എറണാകുളം അമൃത ആശുപത്രിയായിട്ട് സംസാരിച്ചു. 3 ബസ്സിൽ 100 ഡോക്ടർമാർ സഞ്ചരിക്കുന്ന ക്ലിനിക് ഉൾപ്പെടെ ലബോറട്ടറി ഉൾപ്പെടെ നിങ്ങളൊന്ന് വിളിച്ചാൽ 4 മണിക്കൂർ കൊണ്ട് ആറ്റുകാലെത്തുമെന്ന് പറഞ്ഞു. അവിടുത്തെ 2 ആശുപത്രികളുമായി സംസാരിച്ചു. 100 ഡോക്ടർമാരെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചു. എല്ലാ ഉദ്യോഗസ്ഥരുടെയും മീറ്റിംഗ് വിളിച്ചു. ഫയർഫോഴ്സ്, പോലീസ്, ജില്ലാ കളക്ടറുടെ പ്രതിനിധി അപ്പോൾ വന്നു. IMAയും വിളിച്ചു, ഡോക്ടർമാരും വന്നു. നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഡോക്ടർ എഴുന്നേറ്റ് പറഞ്ഞു, ആറ്റുകാൽ പൊങ്കാലയുമായി സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമരത്തിനൊരു തടസ്സം വരരുത്, നിങ്ങൾ സമരം നടത്തിക്കോ, നിങ്ങളുടെ അവകാശങ്ങൾക്ക് നിങ്ങൾ പോരാടിക്കോ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിഷമവുമില്ല. 100-150 ഡോക്ടർമാരൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആറ്റുകാലമ്മയുടെ പൊങ്കാലയിൽ വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ, സമരം നടത്തുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ ആരും തന്നെ തടയുന്നില്ല. നിങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യാം, ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. അതും പൊളിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണ്, തലേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് 12 മണിക്ക് അതുവഴി പോകുമ്പോഴാണ് ഒരു പാവപ്പെട്ട ഡ്രൈവർ വരുന്നു, ചേട്ടാ ഞാൻ 4-5 അമ്മമാരെയും കൊണ്ടൊന്ന് പൊങ്കാല ഇടാൻ വന്നു, ഒരു കൊച്ചു ആൾട്ടോ കാറാണ് ഉള്ളത്, അവിടെ കൊണ്ടിട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 400 രൂപ വാങ്ങിച്ചിരിക്കുന്നു. 400 രൂപ ഒരു ആൾട്ടോ കാറ്. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ദിവസം ഇടുന്നതിൻ്റെ 400 രൂപ. ഞാനവിടെ ചെന്നപ്പോഴേക്കും നിൽക്കുക ഒരു വില്ലാളി വീരൻ. അയാൾ 24 മണിക്കൂർ ജിമ്മിൽ പോകുന്ന ആളെന്നാണ് നോക്കി, കഷത്തൊക്കെ ഇങ്ങനെ മസിലൊക്കെ അടിച്ച് പെരുക്കി നിൽക്കുക. ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ലൈസൻസിൻ്റെ പാർക്കിങ്ങിൻ്റെ ലൈസൻസ് എവിടെയാ? ലൈസൻസ് ഇല്ല. ചേട്ടൻ ആരാ ഇതിൻ്റെ പെർമിഷൻ എടുത്തിട്ട്? ഞാൻ പറഞ്ഞു, ഞാനാ ഇവിടുത്തെ മേയർ, എൻ്റെ ചേംബറിൽ എൻ്റെ മുമ്പിൽ വന്നിട്ട് അതിൻ്റെ പെർമിഷൻ പോവേണ്ടത്. ചേട്ടൻ അതൊക്കെ ഇങ്ങനെ എടുത്തോ, തുണ്ടൊക്കെ എടുത്ത്. ആരായി തുണ്ടൊക്കെ അടിക്കാനുള്ള പെർമിഷൻ തന്നത് എന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോഴേക്കും ചേട്ടൻ്റെ പോക്കറ്റിൽ എന്തായി പെരുവിയിരിക്കുന്നത്? ചേട്ടാ പോക്കറ്റിൽ നിന്ന് കൈയിട്ടിക്ക് എടുത്ത് 500ൻ്റെ നോട്ടുകളാ. ഞാൻ പറഞ്ഞു, എല്ലാ ഡ്രൈവർമാരെയും വിളിച്ചു, ചേട്ടൻ തിരിച്ചു കൊടുത്തേരെ, ഈ പണിയൊന്നും ഇവിടെ നടക്കില്ല, അല്ലെങ്കിൽ ഉള്ളിൽ പോകാൻ തയ്യാറായിക്കോ, ജയിലിൽ പോകാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി അവിടുത്തെ സകല നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കിട്ടുന്നതിൽ പങ്ക് ഭരിക്കുന്ന നേതാക്കന്മാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വില്ലാളി വീരൻ, അദ്ദേഹം ഉണ്ടല്ലോ, ആ പണം മുഴുവനും തിരിച്ചു കൊടുത്തു. എല്ലാ ഡ്രൈവർമാരും, ഒരു ഡ്രൈവർക്ക് പാവപ്പെട്ടവൻ ഇത്രയും ഓടിച്ചിട്ട് ചെല്ലും കിട്ടുമ്പോൾ കിട്ടുന്നത് 400 രൂപ അവന് കിട്ടുന്ന ശമ്പളം, അവൻ്റെ ആ ശമ്പളവും വാങ്ങിച്ചിട്ട് അതിൻ്റെ വിഹിതം വാങ്ങുന്ന ഈ നേതാക്കന്മാർക്ക് ഈശ്വര ശാപം കിട്ടുകയില്ല. ആറ്റുകാലമ്മയുടെ പൊങ്കാലയിടാൻ വരുന്നവൻ്റെ കയ്യിൽ നിന്നും അവനെ പോക്കറ്റ് അടിക്കുന്നവനെ ആരെങ്കിലും വെറുതെ വിടുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയും മോഡിയുടെ പാർട്ടിയും പ്രഫുൽ കൃഷ്ണന്റെ പാർട്ടിയും പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടാണ്, തൊഴിലാളികളോടാണ് എന്ന് പറയുമ്പോഴേക്കും അവനല്ലേ വോട്ട് കൊടുക്കേണ്ടത്? അവിടെയും കഴിഞ്ഞില്ല. അന്ന് രാത്രി 12:30 ഒരു ലേഡി, എന്നെ പരിചയമുള്ള ലേഡി എന്നോട് പറയുക, എൻ്റെ ഭർത്താവ് അവിടെ ഗാന്ധി പാർക്കിൽ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ ഭരണസമിതി ലേലം കൊടുത്ത അവിടെ ഒരു കാറ് കൊണ്ടിട്ട്, ബെലനോ കാർ കൊച്ചു കാറാണ്, നമുക്കറിയില്ല, അത് 750 രൂപ വാങ്ങിച്ചത്. ഞാനവിടെ ചെന്നു. അപ്പോൾ ആ ലേഡിയുടെ ഭർത്താവിനെ ഞാൻ ഫോണിൽ വിളിച്ചു വരുത്തിയപ്പോൾ ഈ പൈസ വാങ്ങിച്ചവരോടെ നിൽക്കുക, അവിടെ അറിയപ്പെടുന്ന ആൾക്കാരാ അവരൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇയാളുടെ പറഞ്ഞു, നിങ്ങളെ വാങ്ങിച്ചതിൻ്റെ റെസിപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് റെസിപ്റ്റ് എടുക്കാൻ ഒരു മടി. ഞാൻ തന്നെ പോക്കറ്റ് കൈ റെസിപ്റ്റ് എടുത്ത് 750 രൂപ. പിറ്റേ ദിവസം SMB സ്കൂൾ പൊങ്കാലയിടുന്ന ഉച്ചയ്ക്ക് 11 മണിക്ക് അറിയുന്നത്, രാവിലെ 8 മണിക്ക് കുറച്ച് അമ്മമാർ ബസ് കൊണ്ടിട്ടു, ഉച്ചവരെ ഇടുന്ന 1000 രൂപ. അവിടെയും ചെന്നു, പിടിച്ചു നിർത്തി. അതൊരു PTA പ്രസിഡന്റ്, PTA കമ്മിറ്റി അംഗം കൂടെ സർക്കാർ സ്കൂളിൻ്റെ സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് 1000 രൂപയാണ് വാങ്ങുന്നത്. അതും തിരിച്ചു കൊടുപ്പിച്ചു. ഞാൻ സൂചിപ്പിച്ചത്, ഇത് ഇക്കൊല്ലമാണ് കണ്ടുപിടിച്ചത്. ഇത് പതിറ്റാണ്ടുകളായി ജനാധിപത്യ കേരളത്തിൽ നടക്കുകയായിരുന്നു. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും വിശ്വസിച്ച് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾ ഭരണമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൈയുടനെ തന്നെ അഴിമതിക്കെതിരായി പോരാട്ടം നടത്തി അവർക്ക് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെ ഭരണമേൽപ്പിച്ചെന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങളവിടെ നിർവഹിച്ചത്. തടയാമെങ്കിൽ നിങ്ങൾ തടഞ്ഞോ? നിങ്ങളുടെ കൈകൾ പൊങ്ങുകയില്ല.
ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളോടൊപ്പം ജനിച്ചു വളർന്ന, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വളരുന്ന, നരേന്ദ്രമോദി തരുന്ന ഊർജം പകർന്നുകൊണ്ട് പോകുന്ന പ്രഫുൽ കൃഷ്ണൻ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പ്രഫുൽ കൃഷ്ണൻ അവിടെ ചോദ്യം ചെയ്യും. പ്രഫുൽ കൃഷ്ണൻ ചോദ്യം ചെയ്യും. അതിനനുകൂലമായിട്ടല്ലേ കൊയിലാണ്ടി ചിന്തിക്കേണ്ടത്? അതിനനുസരിച്ചിട്ടല്ലേ കൊയിലാണ്ടി ചിന്തിക്കേണ്ടത്? നാളെ രാഹുൽ മാങ്കൂട്ടമാണോ മുകേഷാണോ മികച്ചവനെന്ന് നടക്കുന്ന ചർച്ചകൾ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തെ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള ചർച്ചകൾ അവിടെ നടക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൊയിലാണ്ടി ഒരു ഗ്രാമീണ മേഖലയാണ്. ഞാൻ ഇതിലെ കൂടെ ഒക്കെ യാത്ര ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ധർമ്മടത്ത് പോയപ്പോൾ കണ്ടത്, അവിടെ ശൗചാലയമില്ല, അവിടെ ശ്മശാനമില്ല. ഒരു പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഞാൻ ആ പാലം കാണാൻ പോയി. പാലം കഴിഞ്ഞ് അപ്പുറം രാജ്യമില്ല. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു പാലം ഉണ്ടാക്കി വെച്ചു. പാലത്തിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇതവസ്ഥ. കേരളത്തിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കുക, സമയമുണ്ടെങ്കിൽ. ഏറ്റവും വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും പുറകോട്ട് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. നിങ്ങൾ ആ കൊടിയേരിയിലായിക്കോട്ടെ, അങ്ങ് ഉള്ളിലോട്ടായിക്കോട്ടെ, നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്ക്. ഇടുങ്ങിയ റോഡുകൾ, ഒരു സൗകര്യമില്ല. പശ്ചിമ ബംഗാളിനെ ഓർമ്മപ്പെടുത്ത ഗ്രാമങ്ങളാണ്. കൊയിലാണ്ടിയും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ തീരദേശ മേഖല, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ തീരദേശ മേഖലയിൽ നിന്നും വർഷങ്ങൾ കൊണ്ട് LDF-ന്റെ UDF-ന്റെ MLA-മാർ ജയിക്കുന്നു. എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ തീരദേശ മേഖലയിലേക്ക് വന്നിട്ടുണ്ടോ? ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ ആശുപത്രി ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. വീണ ജോർജിന്റെ കഥകളി നടക്കുക എല്ലാ ദിവസവും. വീണ ജോർജ് വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ മേഖല വളരുകയില്ല, വികസിക്കുകയില്ല. കൊയിലാണ്ടിയിലെ ആശുപത്രിയുടെ അവസ്ഥ എന്താ? കൊയിലാണ്ടിയിലെ റോഡുകളുടെ അവസ്ഥ എന്താ? കുടിവെള്ള പ്രശ്നം, ഇതിനൊന്നിനും തന്നെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ഭരണം വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാകണമോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരു അവസരമാണിത്. ഇനി 140 മണ്ഡലങ്ങളാണുള്ളത്. പക്ഷേ ഒരു 280 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ട് അപ്പുറത്ത്. 6 വയസ്സ് മുതൽ 80 വയസ്സായവരെ അവർ വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക. KC വേണുഗോപാൽ എല്ലാവരെയും തമ്മിലടിപ്പിച്ചിട്ട് പറയുക, നിങ്ങളൊക്കെ തമ്മിലടിച്ചോ, ഞാൻ ഡൽഹിയിൽ നിന്ന് വരാം, കാര്യം അവിടെ എല്ലാം പൊളിച്ചടുക്കി, അതുകൊണ്ട് ഞാനിങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാമല്ലോ, ഒന്നും നടക്കാൻ പോകില്ല. കാരണം എന്താണ്? ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? ജനാധിപത്യത്തിലൊരു പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാനിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ട് ഇവിടെ വന്നിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയത് ഒരു ദിവസം കൊണ്ടല്ല. തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്നതിൻ്റെ അന്ന് രാവിലെ പൊട്ടിച്ചപ്പോഴേക്കും BJPക്ക് ഭൂരിപക്ഷം കിട്ടിയതല്ല. മറിച്ച് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് 2020 ഡിസംബർ മാസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയതിൻ്റെ അടുത്ത ദിവസം മുതൽ ഒരു റിയാലിറ്റി മനസ്സിലാക്കി. ജനങ്ങൾ വിശ്വസിച്ച് തിരുവനന്തപുരത്തിൻ്റെ പ്രതിപക്ഷമാക്കി, കേരളത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷമാക്കി ഞങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ്. ജനങ്ങൾക്ക് വേണ്ടി പോരാടണം, തെറ്റിനെതിരെ പ്രതികരിക്കണം, പ്രവർത്തിക്കണം, പോരാടണം.